ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ വയനാട്ടിലേക്ക് വന്നപ്പോൾ വയനാട്ടിൽ സംഭവിച്ച മാറ്റങ്ങളെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അത് നെഗറ്റീവ് ആണെങ്കിലും പറഞ്ഞ പോസിറ്റീവ് ആണ്. ഞാൻ ഹാപ്പിയാണ്. താങ്കളുടെ ഭാഗത്ത് താങ്കൾ പൊതുപ്രവർത്തകനാണ്. യെസ്. പ്രിയപ്പെട്ട ജസ്പീഡിന്റെ അണിയറ പ്രവർത്തകനായിട്ടുള്ള നിസാർക്ക, പ്രിയമുള്ളവരെ, ഇവിടുത്തെ നേരത്തെ മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ ഒരു കമ്പനി ഒരു ബിസിനസ്സുമായി മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും അത് ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയിലായിരിക്കും. തീർച്ചയായും ഇതിനു മുമ്പ് പല കമ്പനികൾ ബിസിനസ് ചെയ്ത് ഒരുപാട് ആളുകൾക്ക് പരാജയം സംഭവിച്ച് അതിനെ ഹൈലൈറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലുള്ള വാർത്തകളൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ജസ്പീഡ് കമ്പനി എനിക്ക് തോന്നുന്നു ലിസ്യാമ ചേച്ചിയുടെ സ്ഥലം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച് മുള്ളമല്ലി ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി വരുന്നത്. അന്ന് നിഷാദക്കയുടെ ചെറിയൊരു പ്രോഗ്രാമിൽ സീതാമൗണ്ട് പള്ളിയിൽ വെച്ചുള്ള പ്രോഗ്രാം ഞാൻ അന്ന് ജസ്റ്റ് പങ്കെടുത്തിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വയനാട് ജില്ലയെ സംബന്ധിച്ച് നേരത്തെ ലിസ്യാമ ചേച്ചി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സ്ഥലങ്ങളുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് 4, 5, 6, 10 ഏക്കറുള്ള ഭൂമിയുള്ള ആളുകളാണ് അവിടെയുള്ള അധികം ആളുകൾ. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനവും കാർഷിക മേഖലയുടെ വില തകർച്ചയും ഒക്കെ മൂലം എല്ലാവരും കടക്കണിയുടെ വക്കിലാണ് നിൽക്കുന്നത്. മനസ്സമാധാനം എന്നത് ഒരുപക്ഷെ അത് അവിടുത്തെ ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചും അത് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ജസ്പീഡ് കമ്പനി വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച് മുള്ളമല്ലി ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നു വരികയും അവിടെ ആദ്യം തന്നെ ലിസ്യാമജിയുടെ സ്ഥലം എടുക്കുകയും ചെയ്തത്. അപ്പൊ അതിനുശേഷം നേരത്തെ ഇവിടെ നിഷാദ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ 25 ലക്ഷം രൂപ ഏക്കറിന് വില എടുക്കുന്ന സ്ഥലം അപ്പോൾ തന്നെ മറച്ചു വിൽക്കുന്നത് 5 സെന്റിന് 12 ലക്ഷം രൂപയ്ക്കാണ് എന്ന് ആളുകൾ ചിന്തിക്കുമ്പോൾ ആശങ്കയുണ്ടാകുമെന്നത് തീർച്ചയായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതിന് വ്യത്യസ്തമായി ഇവരുടെ പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് ജസ്പീഡ് കമ്പനി പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപാട് കർഷകർ ആത്മഹത്യയിലേക്ക് പോയാൽ ആ ആത്മഹത്യ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജസ്പീഡ് കമ്പനി ഒരുപാട് ആളുകളുടെ സ്ഥലമെടുത്തത്. അങ്ങനെ സ്ഥലമെടുത്ത് ബിസിനസ് ചെയ്യാനെല്ലാം പഠിച്ചതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ബിസിനസ്സിന് വേണ്ടി എല്ലാവരും ഇറങ്ങിയിട്ടുള്ളത്. അത് ലാഭവും നഷ്ടത്തിന് കേസ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. അത് നമ്മളെ ആരും ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം അവിടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവിടെ 4 ഏക്കർ സ്ഥലം എടുത്ത് ആ ഒരു പരിപാടിയിൽ ഗസ്റ്റായി ഞാൻ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്യുകയുണ്ടായി. സ്വാഭാവികമായി അറിയാം, വയനാട് ജില്ലയിൽ കഴിഞ്ഞ വർഷം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ലോകത്തെ തന്നെ ഞെട്ടിച്ചിട്ടുള്ള വലിയ ഒരു ദുരന്തം വയനാട് ജില്ലയെ പുത്തുമല മുണ്ടക്കയം ഉരുൾപൊട്ടൽ മൂലം 100 കണക്കിന് ആളുകൾ ഒരൊറ്റ രാത്രികൾ ഒരു നിമിഷം കൊണ്ട് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായി വയനാട് വരങ്ങലിച്ചു നിൽക്കുമ്പോൾ ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് വയനാട് ജില്ല മുഴുവൻ വലിയ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് ആ മേഖലയിൽ മാത്രമായിരുന്നു പ്രതിസന്ധി. ഏറ്റവും കൂടുതൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ വയനാട് ജില്ലയിൽ ഈ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ജസ്പീഡ് കമ്പനി നേതൃത്വം കൊടുത്ത് കൃഷിയും അതുപോലെ തന്നെ ടൂറിസം മേഖലയും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച് മുള്ളമല്ലി ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നത് തീർച്ചയായും ഒരു ജനപ്രതിനിധി നിലയിൽ വലിയ തരത്തിൽ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. അപ്പൊ തീർച്ചയായും മാധ്യമങ്ങളിൽ നമുക്കറിയാം ഇന്നും എന്നറിയുമൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ വയനാട് ജില്ലയിലെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ജസ്പീഡ് കമ്പനിയെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് അവിടെ MD സംസാരിക്കുകയുണ്ടായി. അതിന്റെ വിശദാംശങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ ഇന്ന് ഇവിടെ പ്രസ് മീറ്റിംഗിലൂടെ അത് വിശദീകരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ അത് ബോധ്യപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇനിയും നമ്മുടെ വയനാട് ജില്ലയിലേക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെ കൃഷിയിലും ടൂറിസം മേഖലയിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വയനാട് ജില്ലയിലെ പ്രിയപ്പെട്ട കർഷകരെ ഒരാത്മഹത്യ രക്ഷിച്ച് അവർക്ക് നല്ലൊരു ജീവിതമാർഗവും അല്ലെങ്കിൽ മറ്റ് മുന്നോട്ടുള്ള ജീവിതയാത്ര സുഖമായി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ജസ്പീഡ് കമ്പനിയോട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.